ചേട്ടാ, ആ ഞാൻ ഒന്ന് വീട്ടിൽ പോയിക്കോട്ടെ? വീട്ടിൽ പോവാനോ? എന്തിനാ ഇപ്പൊ വീട്ടിൽ പോണ? അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയില്ലേ, ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നീ ഒരു കാര്യം ചെയ്, അമ്മയോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് പൊക്കോ. ഇപ്രാവശ്യം തേങ്ങ കുറവാണല്ലോ. അമ്മേ, എന്താണ്? അച്ഛനെ അമ്മേനെയൊക്കെ കണ്ടിട്ട് 2 മാസമായില്ലേ, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ? ആഹാ, കൊള്ളാല്ല. കല്യാണം കഴിച്ച് വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളു. ഓടി അങ്ങോട്ട് വീട്ടിലോട്ട് പോകാൻ. പിന്നെ ഇവിടുത്തെ കാര്യമൊക്കെ ആര് തിരക്കും? എനിക്ക് പണ്ടത്തെ കണക്ക് പാടില്ല ഓടി നടന്ന് പണിയെടുക്കാൻ. ഞാൻ എൻ്റെ കല്യാണം കഴിച്ച് വന്നപ്പോഴേ 1 കൊല്ലം കഴിഞ്ഞാൽ എന്നെ എൻ്റെ വീട്ടിലോട്ട് വിട്ടത്. അന്നേരം നിൻ്റെ കെട്ടിയാൻ എൻ്റെ വയറ്റിലുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണട്ടെ. 2 മാസം മുമ്പല്ലേ അവരിവിടെ വന്നിട്ട് പോയത്. എപ്പോഴും എങ്ങനെയാ ഇങ്ങോട്ട് വരുന്നത്? നിന്നെ എൻ്റെ മകൻ കെട്ടിക്കൊണ്ട് വന്നതേ വീട്ടിൽ പോയി നിൽക്കാനല്ല, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി അവൻ്റെ കാര്യങ്ങളും അന്വേഷിച്ച് അടങ്ങി ഒതുങ്ങി നല്ലൊരു ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കാനാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് വരിക. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു വരാൻ നിൽക്കണ്ട. പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? എന്നാ സ്വപ്നം കണ്ട് നിൽക്കാതെ അടുക്കളയിൽ പോയ പാത്രം കഴുകി വെച്ചേ. വീട്ടിൽ പോകണമെന്ന് നിന്നെ വിടാടി ഞാൻ. ചേച്ചി ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് ഒടിച്ചുകൊണ്ട് വന്ന് തരാം. നീ എന്തിനാണ് വേപ്പല കറിയൊക്കെ വെച്ചതാണല്ലോ? അയ്യോ, നമുക്കല്ലമ്മേ. അപ്പുറത്തെ വീട്ടിലെ സിന്ധു ചേച്ചി കുറച്ച് വേപ്പല ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ടാണ്. ആഹാ, നീ ആള് കൊള്ളാല്ല. ഞാനെന്ത് കഷ്ടപ്പെട്ടാണ് ഇത് നട്ടു വളർത്തിയെടുത്തതെന്നറിയാമോ? എൻ്റെ ആവശ്യത്തിന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇതിപ്പോ നീ നാട്ടുകാർക്ക് മുഴുവൻ പറിച്ചു കൊടുത്തത് തീർക്കുമല്ല. വേപ്പിലയാ തരാലോ ചേച്ചി. ചേച്ചി ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് പറിച്ചുകൊണ്ട് വരാം. ഏതെടുക്കും? എന്തിനാണ് മോളെ ഇപ്പൊ വേപ്പല? രാത്രിയിലെ കറിക്കാണോ? അല്ല, ഇത് നമുക്കല്ല, അപ്പുറത്തെ സിന്ധു ചേച്ചി ചോദിച്ചിട്ടാ. അവർക്ക് എന്തിനാ മോളെ പറിച്ചു കൊടുക്കണം? അവര് നമുക്കൊന്നും തരാറില്ലല്ലോ. അതിന് നമ്മളും അവർക്കൊന്നും കൊടുക്കാറില്ലല്ലോ. നമുക്കൊന്ന് കൊടുത്തു നോക്കാം, അപ്പൊ അവര് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരാൻ തുടങ്ങും. ഇത് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ വേപ്പാണ് മോളെ. എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ അമ്മേ വളർത്തണത്. അത് മാത്രമല്ല, ഈ വേപ്പിന്റെ കമ്പടൊക്കെ ഒടിച്ചു കൊടുക്കണം, എന്നാലേ അത് ശരിക്കും വളരുള്ളൂ. ഈ ഒരു കമ്പ ചേച്ചി കൊടുത്തെന്നും പറഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് അവക്ക് ഒരു വിലയുണ്ടാന്ന് നോക്കി. അതിനെന്താ അമ്മേ, ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് നാളെ വരാട്ടാ. ആ ശരി ചേട്ടാ, നാളെ ഞാനൊന്ന് വീട്ടിൽ പോകുവേ. എന്താ പ്രത്യേകിച്ചൊന്നുമില്ല, അച്ഛനെ അമ്മേനെ ഒന്ന് കാണാൻ തോന്നി പോകുന്നു. നീ പോയിട്ടോ. മോളെ നീ എവിടെ പോണു? ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. എന്താ മോളെ പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ, വീട് വരെ ഒന്ന് പോകാൻ തോന്നി. കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ലല്ലോ മോളെ, പിന്നെന്താ പെട്ടെന്ന് അച്ഛനെ അമ്മേനെ ഒന്ന് കാണാൻ തോന്നി അമ്മേ. ഞാനെല്ലാം ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ബസ് പോകും, ഞാൻ പോട്ടെ. എടാ മോനെ, നീ നിന്റെ ഭാര്യയെ കയറൂരി വിട്ടിരിക്കുകയാണോ? അവക്ക് തോന്നിയ പോലെയാണ് അവൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. അവൾ എന്ത് കാണിച്ചെന്നാ അമ്മ പറയുന്നത്? ഞാൻ പറയുന്നതൊന്നും അവള് കേൾക്കുന്നില്ല. എൻ്റെ വാക്കിനൊന്നും ഒരു വിലയും ഇല്ല. എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവളെന്താ കേൾക്കാത്തത്? അപ്പുറത്തെ സിന്ധുവിന് വേപ്പല ഒടിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന്. അതിനൊരു വിലയും കൽപ്പിക്കാതെ അവൾ കൊടുത്ത്. പിന്നെ ഈ തോന്നുമ്പോൾ വീട്ടിൽ പോക്ക്, അത് നിന്നെക്കൊണ്ട് കൊള്ളൂല്ലാഞ്ഞിട്ടല്ലേ? അത് ഇവിടെ അല്ലാതെ എവിടെ നടക്കും? വേറെ വല്ലയിടത്തും ഇത് നടക്കുന്നുണ്ടോ? അമ്മേ, ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലുതാക്കി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. എൻ്റെ മനസ്സമാധാനം കളയല്ലേ. ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് മാറി താമസിച്ചോളാന്ന്. മാറി താമസിക്കുമ്പോൾ ഇതുപോലെ വഴക്കുകൾ ഉണ്ടാകാനുള്ള അവസരം കുറയും. വാടകയ്ക്കാണെങ്കിലും ഞങ്ങൾ മാറി താമസിച്ചോളാം.